ശ്രീ ജയചന്ദ്രൻ, ഇത് മാത്യു കുഴൽനാടൻ്റെ രാഷ്ട്രീയവും നിയമപരവുമായ ഒരു തിരിച്ചടിയാണോ പരാജയമാണോ? സ്വാഭാവികമായി ഇത് കോൺഗ്രസിനാണ്. പക്ഷേ മാത്യു കുഴൽനാടൻ പലപ്പോഴും കോൺഗ്രസിനകത്ത് ഇതാകെ ഏറ്റെടുക്കുന്ന ഏകമുഖമാണ് എന്ന നിലയിലുള്ളൊരു വലിയ പ്രചാരണം ഏതൊക്കെയോ കോണിൽ നിന്ന് വരുന്നുണ്ടായിരുന്നു. അതിന് എങ്ങനെ വേണമെങ്കിലും നമുക്ക് സംശയിക്കാം. പലപ്പോഴും മാത്യു കുഴൽനാടൻ ഏകാംഗമായി നിന്ന് വാർത്താ സമ്മേളനങ്ങൾ നടത്തുന്നു, പല രേഖകൾ ഉയർത്തിക്കാട്ടുന്നു. അപ്പോഴും പത്രപ്രവർത്തകർ ചോദിച്ചു, ഇതൊക്കെ ശരിക്കും സർക്കാർ നടപടിക്രമങ്ങളല്ലേ? ഉദാഹരണത്തിന് ഇപ്പോൾ ശശിധരൻ കർത്ത CMRൽ നിന്നൊരു അപേക്ഷ മുഖ്യമന്ത്രിക്ക് ലഭിക്കുന്നു. അത് ഇൻഡസ്ട്രീസ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് അയച്ചു കൊടുത്തിട്ട് മുഖ്യമന്ത്രി ഇത് പരിശോധിക്കാനാണ് പറയുന്നത്. ഇത് നടപ്പാക്കുക എന്നല്ല അതിൽ എഴുതിയിരിക്കുന്നത്, ഇത് പരിശോധിക്കുക എന്ന നിലയിൽ പറയുമ്പോൾ അത് വഴിവിട്ട സഹായമാണ് എന്ന് സ്ഥാപിച്ചുകൊണ്ട് നടത്തിയ വാർത്താ സമ്മേളനങ്ങളുണ്ട്. ഇന്ന് കോടതി തന്നെ പറഞ്ഞതാണ്, അതാണ് എൻ്റെ ഒരു വലിയ ഹൈലൈറ്റ്. കോടതി പറഞ്ഞത് ഇത് സർക്കാർ നടപടിക്രമങ്ങളുടെ ഭാഗമാണ്, അതല്ലാതെ വഴിവിട്ട ഒത്താശ ചെയ്തു കൊടുത്തു എന്ന നിലയിലുള്ള ഹർജിക്കാരൻ്റെ വാദമായി അതെടുക്കാനേ കഴിയില്ല എന്നാണ് കോടതി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത്തരമൊരു ഭാഗം അങ്ങനെ നിരവധിയായ സാഹചര്യങ്ങളിൽ സംഭവിച്ചിട്ടുണ്ട്. ഇന്നത്തെ ഹർജി വിധിപ്പകർപ്പിൻ്റെ പശ്ചാത്തലത്തിൽ നോക്കിയാൽ അതതിൻ്റെ ഒരു ഭാഗം. മറുഭാഗത്ത് ഞാൻ മുമ്പ് പറഞ്ഞല്ലേ, അദ്ദേഹം ഒറ്റയ്ക്കിത് ഫൈറ്റ് ചെയ്യുന്നു എന്നുള്ളൊരു പ്രതീതി സൃഷ്ടിക്കുന്നു. അതിനെ അങ്ങനെ അങ്ങ് പിന്തുണച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവോ മറ്റാരുമോ അങ്ങനെ കണ്ടിട്ടുമില്ല. എന്നാൽ കെ സുധാകരൻ്റെ ഭാഗത്തു നിന്ന് ചില പ്രോത്സാഹനങ്ങളൊക്കെ നമ്മളൊരു ഭാഗത്ത് കണ്ടിട്ടു. ഇതതിൻ്റെ ഒരു രാഷ്ട്രീയ പരിസരം. മറുഭാഗത്ത് മാധ്യമങ്ങൾ അങ്ങ് വളരെ ഉദാരമായിട്ടുള്ള മാത്യു കുഴൽനാടനാണോ പറയുന്നത് അത് ശരിയാണ് എന്ന നിലയിലേക്ക് വളരെ പരസ്യമായി വളരെ നഗ്നമായി ഒരു തരം മാധ്യമപരമായ പരിശോധനയും നടത്താതെ അദ്ദേഹം പറയുന്നതിനെ അതേ വഴിക്ക് ഒരിഞ്ചും കുറയ്ക്കാതെ അതേ നിലയിൽ നൽകുക, അത് വേണമെങ്കിൽ ഇൻവെർട്ടർ കോമയിൽ വിളമ്പുക എന്ന നിലയിൽ പറയാം. ആ രീതിയിൽ ഒരു പ്രവണത മാധ്യമ ലോകത്ത് പലയിടത്തു നിന്ന് നമ്മൾ ഈ കാലയളവിൽ കഴിഞ്ഞ മാസങ്ങളിൽ കണ്ടു. ഈ മൂന്ന് ഭാഗത്തും സംഭവിക്കുന്ന വലിയ തിരിച്ചടിയുടെ ഒരു ഭാഗമായി ഒരു പ്രശ്നമായി ഈ വിധി പകർപ്പിനെ കാണുന്നയാളാണോ താങ്കൾ? അതുമാത്രമല്ല ശരത്ത്, ഈ കേസിലുള്ള പ്രത്യേകതയായിട്ട് കാണേണ്ടി വരുന്നത് ഇത് കേവലം ഒരു മാത്യു കുഴൽനാടൻ എന്ന MLA മാത്രം പ്രശ്നമായി തന്നെ ലഘൂകരിക്കുന്നതിനോട് എനിക്ക് ശക്തമായ വിയോജിപ്പ് തന്നെയുണ്ട്. കാരണം സ്വതന്ത്ര ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം എൻ്റെ അറിവിൽ ഞാൻ അന്വേഷിച്ചിടത്തോളം ഇത്തരത്തിൽ കെട്ടിച്ചമയ്ക്കപ്പെട്ട ഒരു കേസ് ഒരു രാഷ്ട്രീയ നേതാവിനെതിരെ, അദ്ദേഹത്തിൻ്റെ രക്തബന്ധുക്കൾക്കെതിരെ സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ മറ്റെന്തെങ്കിലും ഉണ്ടായിട്ടുള്ളതായിട്ട് എൻ്റെ അന്വേഷണത്തിൽ ഈ സമയം വരെ ബോധ്യപ്പെട്ടിട്ടില്ല. ഈ കേസല്ലാതെ അത്രയ്ക്കും ജുഗുപ്സാവഹമായ ഒരു കേസായിട്ടാണ് ഇത് തുടക്കം മുതൽ തന്നെ നിലകൊണ്ടത്. ഇതിനെ പിന്താങ്ങുന്നതാരാണ്? കേരളത്തിലെ സർക്കാർ വിരുദ്ധ, പ്രത്യേകിച്ച് CPIM വിരുദ്ധത കൈമുതലാക്കിക്കൊണ്ട് ആഘോഷിച്ച് നടക്കുന്ന ഫോർത്ത് എസ്റ്റേറ്റ് എന്ന് പറയുന്ന മാധ്യമങ്ങൾ തന്നെയാണ് അതിന് എല്ലാ തരത്തിലുള്ള ഒത്താശയും ചെയ്തു കൊടുത്ത് തോളോട് തോൾ ചേർന്ന് ഇതിനെ അങ്ങേയറ്റം സർക്കാർ വിരുദ്ധമായി, പിണറായി വിരുദ്ധമായി, CPIM വിരുദ്ധമായി, ഇടത് വിരുദ്ധമായി ഒക്കെ പൊലിപ്പിച്ചുകൊണ്ടേയിരുന്നത്. അപ്പം ആ നിലയ്ക്ക് തന്നെ അതിനെ കാണാതെ മറ്റൊരു തരത്തിലേക്ക് മാത്യു കുഴൽനാടന് പറ്റിയ ഒരു ഒരു വീഴ്ച, തെറ്റ് എന്നുള്ള നിലയിലേക്ക് അതിനെ ഞാൻ ലഘൂകരിക്കുകയില്ല. ഒരു വ്യക്തി ലീഡർ എന്ന നിലയിൽ മാത്യുവും അല്ലെങ്കിൽ കുഴൽനാടനും അല്ല, ഞാൻ പറയുന്നത് അദ്ദേഹത്തിന്റെ മുന്നണിയും അതുപോലെ തന്നെ മാധ്യമങ്ങളും. ഞാൻ അങ്ങനെയാണ് താങ്കളോട് അതേക്കുറിച്ച് ചോദിച്ചത്. അതെ, അല്ല, ഞാൻ താങ്കൾ അങ്ങനെ പറഞ്ഞു എന്നുള്ള ആക്ഷേപവും എനിക്കില്ല. ഞാൻ പറഞ്ഞ അങ്ങനല്ല. ഞാൻ പറഞ്ഞ പൊതുവായി നാളെയും ഇനിയുള്ള ദിവസങ്ങളിലും ഇത് ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഞാൻ നിൽക്കുക ഈ വീക്ഷണത്തിൽ തന്നെയാണ്, ഈ നിലപാടിൽ തന്നെയാണ്. കാരണം ഇത് കേവലം മാത്യു കുഴൽനാടൻ എന്നൊരു MLA മാത്രം നിലപാടായിട്ട് കാണുന്നതേ ഇല്ല. ഞാൻ മാത്യു കുഴൽനാടൻ MLA ഇത്തരത്തിലുള്ള നിലപാടുകളുടെ എല്ലാം മുകളിലുള്ള മറ്റൊരു നേതാവുണ്ട്. ആ പേര് നിശ്ചയമായും പറയുക തന്നെ വേണമല്ലോ. അത് KC വേണുഗോപാലാണ്. KC വേണുഗോപാലിൻ്റെ നിലപാടെന്തോ അതാണ് മാത്യു കുഴൽനാടനിലൂടെ പുറത്തേക്ക് പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അത് എനിക്ക് പറയുന്നതിന് മടിയൊന്നുമില്ല. അപ്പോൾ അത് KC വേണുഗോപാലോ മാത്യു കുഴൽനാടനോ ഒറ്റയ്ക്ക് നിൽക്കുന്ന വ്യക്തിത്വങ്ങളല്ലല്ലോ. ഒരാൾ അഖിലേന്ത്യാ നേതൃത്വത്തിൻ്റെ ഭാഗമായ ജനറൽ സെക്രട്ടറി ആണെങ്കിൽ മറ്റേയാൾ കേരളത്തിൽ MLA ആയിട്ട് പ്രവർത്തിക്കുന്നയാളാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും പരസ്പരം അറിഞ്ഞുകൊണ്ട് തോളോട് തോൾ ചേർന്ന് അവരുടേതായിട്ടുള്ള ഒരു മാധ്യമ ലോകമുണ്ട്, മാധ്യമ പരിസരമുണ്ട്.
ആ മാധ്യമ പരിസരത്ത് മീഡിയ ഹൗസസിനൊക്കെ വേണ്ടത് ആരുടെ രക്തമാണെന്ന് അവർ മുൻകൂട്ടി തീരുമാനിച്ചിട്ടുണ്ട്. ആ രക്തത്തിന് വേണ്ടിയുള്ള മുറവിളി ഉയർത്തുന്നയാൾ മാത്യു കുഴൽനാടനാകുമ്പോൾ മാത്യു കുഴൽനാടനെ ഒരു മാതൃകാ പുരുഷനായി, അഴിമതിക്കെതിരെ കുരിശുയുദ്ധം നടത്തുന്ന ഒരു പോരാളിയായി, ഒറ്റയാൾ പട്ടാളമായി അവതരിപ്പിക്കുക. കോൺഗ്രസ്സിന് അല്ലെങ്കിൽ UDFന് ബാക്കിയുള്ള 41 MLA-മാരിൽ നിന്നും വ്യത്യസ്തനായി, വ്യതിരിക്തനായി, അഴിമതിക്കെതിരെ കുരിശുയുദ്ധം നടത്തുന്ന ഒരു പോരാളിയാക്കി അവതരിപ്പിക്കുകയായിരുന്നല്ലോ മാത്യു കുഴൽനാടനെ ഇതുവരെ. ഇതില് വസന്ത് അല്ല, ഇന്നത്തെ ഒരു ദിവസം കൊണ്ട് അതിന് കർട്ടൻ വീഴുന്നുണ്ടോ? അങ്ങനെ ശ്രീ ജയചന്ദ്രൻ, ഇന്നത്തെ ഒരു ദിവസം കൊണ്ട് അതിന് കർട്ടൻ വീഴുന്നുണ്ടോ? ഇല്ല. അല്ല, ഇത് ഈ ഒരു ഇത് എങ്ങനെയാണ് ഒരു തിന്മ നടപ്പാക്കപ്പെടുന്നത് എന്നുള്ളതിന്റെ ഒരു വിവരണം ഇതിൻ്റെ അകത്ത് അടങ്ങിയിട്ടുണ്ട്. ഇന്നത്തെ വിജിലൻസ് കോടതി വിധിയിൽ അതാണ് അടങ്ങിയിരിക്കുന്നത്. ഒരു തിന്മ എങ്ങനെയാണ് നടപ്പാക്കപ്പെടാൻ ആഗ്രഹിച്ചതവർ, അത് തകർന്നടിച്ചതിന്റെ ഭാഗമായിട്ടാണ് മാത്യു കുഴൽനാടൻ പരസ്യമായി പറയുന്നത് തിരിച്ചടിയാണ്, ഞാൻ താങ്കളിലേക്ക് വരാം. അതായത് വളരെ ശക്തമായ ഒരു വിധിപ്പകർപ്പ് വരുന്നു. ആ വിധിപ്പകർപ്പിലൂടെ ഹർജിക്കാരൻ മുന്നോട്ട് വെച്ച അദ്ദേഹത്തിന്റെ സങ്കല്പങ്ങളോ അവകാശവാദങ്ങളോ കോടതി നിരാകരിക്കുന്നു. അതിനുവേണ്ടി ഹാജരാക്കിയ രേഖകൾ ആ നിലയിൽ നിലനിൽക്കുന്നതല്ല എന്ന് കോടതി കണ്ടെത്തുന്നു.